ഏതോ റൂമിലേക്ക് താമസം മാറ്റിന്ന് പറഞ്ഞപ്പോ താൻ വിചാരിച്ചു വല്ല കുടിച്ചു മുറിയായിരിക്കുന്നല്ലേ? ഇനിയിപ്പോ സ്വതന്ത്രമായിട്ട് രാമുവിനെ എപ്പോഴാണെങ്കിലും എനിക്ക് കാണാലോ. ആ, എപ്പോഴും കാണാനല്ലേ എന്റെ ഫോട്ടോ എഴുതാൻ തന്നത്. ഫോട്ടോ മാത്രം കണ്ടാ മതിയോ? പോരെ. സാർ, കാപ്പി എടുക്കട്ടെ? വേണ്ട, ഒരു ഗ്ലാസ് വെള്ളം എടുക്ക. സീതാലക്ഷ്മി എവിടെയും അമ്പലത്തിലേക്കാണെന്നും പറഞ്ഞ് പോയതാ. പോയിട്ട് കുറെ സമയമായി. ചിലപ്പോ രാമനാഥനെ ഞാൻ വെറുതെ ഒരു സംശയം പറഞ്ഞതാ. ഇപ്പൊ വരുവായിരിക്കും. എനിക്ക് ഒരു ബുദ്ധിമുട്ടില്ല ആന്റി. പിന്നെ ഹോസ്റ്റലിപ്പോ ഫ്രണ്ട്സൊക്കെ ആയി. അങ്കിള് വന്നായിരുന്നോ നിന്നെ കാണാൻ? ഇല്ല. എന്താ പറ്റിയെന്നറിയില്ല. ഇപ്പോ എന്നോടും അധികമൊന്നും സംസാരിക്കില്ല. നാട്ടിൽ നിന്ന് അമ്മയുടെ ഫോൺ വല്ലതും വന്നായിരുന്നോ? എന്താ എന്ത് പറ്റി പറ്റുന്നേ? ഏയ്, ഒന്നുമില്ല. പെട്ടെന്നൊരു മനംപുരട്ടില്. ഓ, അത്രേ ഉള്ളൂ. ഭക്ഷണം പിടിക്കാൻ വേണ്ടിയാവും. കുറച്ചു സമയം കിടക്ക്. വല്ലാത്ത ക്ഷീണം. വയസ്സിനെ പറ്റാതായപ്പോ വിത്തുകാളെ പോലെ ഒരുത്തരെ വീട്ടിൽ വിളിച്ച് താമസിപ്പിക്കുവാന്ന്. പാവം രാമനാഥൻ ഒന്നും അറിയാത്ത കുട്ടിയാ. ആ വേലക്കാരി ഒരു സംശയം പറഞ്ഞതല്ലേ നിന്നോട്? എന്തോ എനിക്കറിയില്ല. പക്ഷേ എന്റെ സ്വത്തിന് മറ്റൊരു അവകാശം കൂടി. അത് വേണ്ട. അതിനിപ്പോ നമ്മൾ എന്ത് ചെയ്യാന്? എന്തെങ്കിലും ചെയ്യണം. അവര് പ്രസവിക്കാൻ പാടില്ല. നിന്റെ അച്ഛൻ അറിയുമോ ഈ വിവരം? ഇല്ല. എന്നാ വഴിയുണ്ട്. ഇതെന്ത് കിടപ്പാ കൊച്ചമ്മേ? ഈ പാലെങ്കിലും കുടിക്കേ. വേണ്ട, എനിക്ക് ഈ സന്തോഷ വാർത്ത എത്രയും പെട്ടെന്ന് അദ്ദേഹത്തെ അറിയിക്കണം. അതിന് 3-4 ദിവസം ആയില്ലേ സാറ് ജോലിക്ക് പോയിട്ട്. വരുമ്പോ പറയാം. ജാനു, ഇത് സത്യമാണോ? എന്റെ വയറ്റിലുള്ള ഈ കൺമണി? കൊച്ചമ്മ പറഞ്ഞ കണക്ക് വെച്ച് എണ്ണി നോക്കുമ്പോ സംഗതി ക്ലീനാ. പക്ഷേ ഡോക്ടറെ ഒന്ന് കണ്ടിട്ട്. വേണ്ട, ഒരു ഡോക്ടറും വേണ്ട. എനിക്കുറപ്പാ എന്റെ ഇത്രയും നാളത്തെ കാത്തിരിപ്പിന്, എന്റെ തപസ്സിന് ഈശ്വരൻ തന്നെ വരാ. ഇതറിയുമ്പോ സന്തോഷം കൊണ്ട് പൊള്ളിച്ചാടും. എന്റെ ഈ പാല് കുടിക്കൂ. സാറെന്താ വരാത്തെന്ന് അറിയില്ലല്ലോ. സാധാരണ ലേറ്റ് ആവുമ്പോ ഫോണെങ്കിലും ചെയ്യാറുള്ളതല്ലേ. ചിലപ്പോ സാറിന് സമയം കിട്ടി കാണില്ല.